എല്ലാവർക്കും പേടിയാണ് ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ. എന്താണ് ഇംപ്ലാന്റ്? ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടറെ ഈ എല്ലൊക്കെ തുറന്നിട്ട് എങ്ങനെയാണ് അതൊക്കെ ചെയ്യുക, എനിക്ക് പേടിയാ, അതാ എല്ലാവരും പറയാം. പക്ഷെ ഇതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ പല്ലെടുക്കില്ലേ, അപ്പോൾ നമ്മൾ എവിടെ തരിപ്പിക്കും, അതുപോലെ ഇംപ്ലാന്റിനും തരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഡ്രില്ല് ചെയ്തിട്ട് ചെയ്യുന്നു. ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെറ്റൽ, ടൈറ്റാനിയത്തിൻ്റെ മെറ്റലാണ്. അത് നമ്മൾ എല്ലിൻ്റെ ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ക്യാപ്പ് വരണം. ഈ ടൈറ്റാനിയത്തിനൊരു ഗുണമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോണുമായിട്ട് നന്നായിട്ട് ജോയിൻ, അതായത് ഇൻറ്റഗ്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്യാപ്പ് വയ്ക്കാം. അതൊരു ഫിക്സ്ഡ് ഓപ്ഷനാണ്. അങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് പിന്നെ അത് ഇളകില്ല. അതാണ് അതിൻ്റെ ഗുണം. അത് ഫിക്സ്ഡ് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതൊരു മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നിക്കുമാണ്. അപ്പോൾ നമുക്ക് അവിടെ തൊട്ടടുത്ത പല്ലുകളെ നമ്മൾ അവിടെ ഒന്നും ഹാം ചെയ്യണില്ല, അതിനെ ഡാമേജ് ചെയ്യാതെ എവിടെയാണ് ബോണുള്ള, എവിടെയാണ് മിസ്സിങ് ആയ ടൂത്ത്, അവിടെ നമ്മൾ ഇംപ്ലാന്റ് വെക്കുന്നു. അപ്പോൾ ഈ മോഡലിൽ നമുക്ക് കാണാം എവിടെയാണ് മിസ്സിങ് എന്നുള്ളത്. അവിടേക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്പ് കൊടുക്കുന്നു. ഇവിടെ തൊട്ടടുത്ത പല്ലിനെയൊന്നും ഡാമേജ് ചെയ്യണില്ല. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഉപകാരമായ കാര്യമാണ്. ഫിക്സഡ് ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും നല്ലത് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇംപ്ലാന്റ് ആണ്. പക്ഷേ അവിടെ നമുക്ക് ആവശ്യത്തിന് ബോൺ ഉണ്ടാവണം, ബോൺ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ പല്ല് വയ്ക്കുന്നത് ആലോചിക്കുമ്പോൾ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടിയും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്.